അവൾ ഉണർന്നത്. ആയിഷു, ദേ നിന്റെ ഫോൺ റിങ് ചെയ്യുന്നു. ആരാണ് ഇപ്പോൾ ഈ പാതിരാത്രിക്ക് വിളിക്കാൻ? ഉമ്മ ആയിഷുവിനെ തട്ടി വിളിച്ചു. ഒന്ന് ഫോൺ എടുത്ത് നോക്കിയുമ്മ, അവൾ കണ്ണു തുറക്കാതെ തന്നെ പറഞ്ഞു. ആ, ഞാനിന്നെ പോലെ ഇവിടെ വെറുതെ നിൽക്കുകയാണല്ലോ, വേണമെങ്കിൽ എടുത്ത് നോക്ക്. അതും പറഞ്ഞ് ഫോൺ അവിടെ വെച്ച് ഉമ്മ പോയി. ഹലോ, ആരാ? ആയിഷ ഫോൺ എടുത്തു. നീ ജീവനോടെ ഉണ്ടോ? ഒരു പുരുഷ ശബ്ദം. ആയിഷ ഒന്ന് എണീച്ചിരുന്നു. ഫാസി, നീ എന്തിനാ കോൾ ചെയ്തത്? അത് ശരി, ഇപ്പൊ വരാമെന്ന് പറഞ്ഞു പോയിട്ട് നിന്നെ കാണാതിരുന്നപ്പോൾ ഞാനാകെ ടെൻഷനായി. അത് ഞാൻ ഉറങ്ങിപ്പോയി. ഒന്ന് പറയണ്ടേടോ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. പിന്നെ ഇനി ഇങ്ങനെ വിളിക്കരുത് കേട്ടോ. ഫോൺ എങ്ങാനും ഉമ്മ എടുത്തിരുന്നെങ്കിൽ ഞാൻ ചുമരൊരു സ്റ്റിക്കറായനെ. ഇല്ല, നിർത്തി. ഇതിപ്പോ ഒരു സമാധാനം ഇല്ലാതിരുന്നത് കൊണ്ട് വിളിച്ചതാ. ഇത് നിന്റെ സമ്മതമില്ലാതെ വിളിക്കില്ല. ശരിയെന്നാ, നാളെ കാണാം. നാളെ മാറ്റിയിട്ട് ഫോട്ടോ അയക്കോ? ഇതുവരെ നിന്നെ കണ്ടിട്ടില്ലല്ലോ ഞാൻ. ആ പൂതി മോൻ മനസ്സിൽ വെച്ചാൽ മതി കേട്ടോ. ഫോട്ടോ അയച്ചിട്ടുള്ള സ്നേഹമൊന്നും വേണ്ട. ശരി മാഡം. 3 മാസങ്ങൾക്ക് ശേഷം ഓരോ ദിവസം കഴിയുന്തോറും ആയിഷന്റെ മനസ്സിൽ ഫാസിക്കുള്ള സ്ഥാനം കൂടി കൂടി വരികയായിരുന്നു. എങ്കിലും അവനെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾക്കെല്ലാം അവൾ പരിധി വെച്ചിരുന്നു. ആയിഷു, അയച്ചുമ്മോ, എന്തോ എത്രയാണെന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ പെണ്ണിനൊരു സാങ്കല്പിക രൂപവും നൽകി ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കാം. താനെന്താ പറഞ്ഞു വരുന്നത്? നമുക്കൊന്ന് മീറ്റ് ചെയ്യണ്ടേ? ഹാ, ചെയ്യാലോ. താൻ വീട്ടുകാരെയും കൂട്ടി പെണ്ണ് കാണാൻ വരില്ലേ? അപ്പൊ കാണാം. അതൊക്കെ എന്ത് നടക്കാനുള്ളതാ? അത്രയും കാലം ഞാനിങ്ങനെ അജ്ഞാത കാമുകിയെ സ്നേഹിച്ച് നടക്കണം. നടക്കേണ്ടി ഒന്ന് നടക്കണം. ഹൗ ക്രൂവൽ! എന്തൊരു സ്വഭാവമാണടി. എനിക്ക് നിന്നെ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി, സംസാരിക്കൊന്നും വേണ്ട പ്ലീസ്. നല്ല കുട്ടിയല്ലേ? അല്ല, അത്രയൊക്കെ നല്ല കുട്ടിയൊന്നുമല്ല. പോരെ? ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല കുട്ടി തന്നെയാ നീ. ഫാസി ഒരുപാട് നിർബന്ധിച്ചപ്പോൾ ആയിഷയും സമ്മതിച്ചു. ഇന്നാണ് ആ ദിവസം. ആയിഷു കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുകയാണ്. ഹിജാബ് ഇടുന്ന നീ എന്തിനാണ് ഇങ്ങനെ ഒരുങ്ങുന്നത്? മുഖത്ത് പൗഡർ ഇട്ടുകൊണ്ടിരിക്കുന്ന ആയിഷനോട് ഉമ്മ ചോദിച്ചു. അതിനാരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ഞാൻ ഒരുങ്ങുന്നത്. അയ്യവ, എന്ത് രസമാണ് എന്നെ കാണാൻ എന്ന് എന്നെ കാണുമ്പോൾ എനിക്ക് തന്നെ തോന്നണം. അതിനാണ്. ആയിഷു ഒരു ചിരിയോടെ പറഞ്ഞു. ഭയങ്കര കണ്ടുപിടുത്തം തന്നെയാണല്ലോ നിനക്ക്. ഈ ജാതി ഐറ്റംസ് എല്ലാം എങ്ങനെ എൻ്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നു എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഉമ്മ കുറ്റബോധത്തോടെ പറഞ്ഞു. ജാസി, എൻ്റെ കയ്യും കാലും വിറച്ചിട്ട് വയ്യ. അതിന് നിങ്ങൾ ഇന്ന് ഒളിച്ചോടാൻ പോവുകയല്ലല്ലോ, നിന്റെ കൂടെ ഞാനില്ലേ? അതാലോചിക്കുമ്പോഴാണ് പിന്നെ എനിക്ക് ടെൻഷൻ കൂടുന്നത്. ജാസി അവളെ ഒന്ന് തുറച്ചു നോക്കി അവർ നടത്തം തുടർന്നു. അപ്പോഴാണ് മുന്നിൽ ഉപ്പ ബൈക്കുമായി വന്നു നിന്നത്. ഉപ്പ എന്താ അവിടെ? എനിക്ക് പട്ടാമ്പിയിലേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. നിങ്ങളെ ഞാൻ കൊണ്ടാക്കാം. ബൈക്കിൽ കയറിക്കുള്ളി രണ്ടാളും. ആയിഷയും ജാസിയും ആകെ കിളിപോയ അവസ്ഥയിലായി. ജാസി, ഞാൻ മരിച്ചാൽ എനിക്കൊരു ഷവർമ്മ ഓതി ദുആ ചെയ്യണം കേട്ടോ നീ. ആയിഷ ഉപ്പ കേൾക്കാതെ ജാസിന്റെ ചെവിയിൽ പറഞ്ഞു. നീ മയ്യത്താവാൻ പോവുകയാണോ? എടി, ഫാസി കോളേജിന്റെ അവിടേക്ക് വരാന്നല്ല പറഞ്ഞിട്ടുള്ളത്. ഉപ്പയാണ് കൊണ്ടാക്കുന്നതെങ്കിൽ അവനെ ഉപ്പ കാണില്ലേ? അപ്പോൾ മിക്കവാറും ഉപ്പ എന്നെ തല്ലിക്കൊല്ലും. അത് ശരിയാണ്. പക്ഷെ അവൻ നിന്നെ ഇതുവരെ കാണാത്ത സ്ഥിതിക്ക് നിന്നെ അവന് മനസ്സിലാവില്ലല്ലോ. ഉപ്പ കൂടെ ഉണ്ടെങ്കിൽ നീ കണ്ടാലും കാണാത്ത പോലെ പോയാൽ മതി. വീട്ടിൽ പോയിട്ട് അവനോട് വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. നിന്റെ ഒരു ബുദ്ധി. പണ്ടേ നിനക്ക് ഐഡി പറഞ്ഞു തരാൻ ഞാൻ മുമ്പിലല്ലേ? എന്താ രണ്ടാളും സംസാരിച്ച് നിൽക്കുന്നത്? കയറ്. ഉപ്പ ഒന്ന് സ്വരം കനപ്പിച്ച് പറഞ്ഞതും രണ്ടാളും ഒന്നും ആലോചിക്കാതെ ബൈക്കിൽ കയറി. കോളേജിന്റെ അടുത്തെത്തും തോറും ആയിഷന്റെ ഹൃദയമെടുപ്പ് കൂടിക്കൊണ്ടേയിരുന്നു. ആയിഷന്റെ കോളേജിൽ എത്തുന്ന മുന്നെയാണ് ജാസിയുടെ സ്കൂൾ. ഉപ്പ ആദ്യം അവളെ അവിടെ ഇറക്കി വിട്ടു. ഹൽബേ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ജാസി അവളെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു. പൂടി. ഉപ്പാന്റെ ബൈക്ക് അവളുടെ കോളേജിന്റെ മുമ്പിലെത്തി. ആയിഷനെ കണ്ടുയർത്തി അവിടെ നോക്കാൻ തന്നെ പേടിയായി. എന്നാൽ ഞാൻ പോട്ടെ. ആയിഷ തലയാട്ടി. ഉപ്പാന്റെ ബൈക്കിന്റെ ശബ്ദം പൂർണ്ണമായും മറഞ്ഞെന്ന് ഉറപ്പാക്കിയ ശേഷം ആയിഷ പതിയെ പുറകിലേക്ക് നോക്കി. ഫാസിയും കൂടെ ഒരു ഫ്രണ്ടും കൊണ്ട് കോളേജിന്റെ ഗേറ്റിന്റെ നേരെ നിൽക്കുന്നു. ഫാസി അവളെ നോക്കിയൊന്ന് തലയാട്ടി ഒരു ചിരിയും ചിരിച്ച് ബൈക്ക് എടുത്തു പോയി. ഇവനെങ്ങനെ എന്നെ മനസ്സിലായി? ആയിഷയും അത് ചിന്തിച്ച് നേരെ നടന്നു. അന്ന് ക്ലാസ് എടുത്തതൊന്നും ആയിഷന് മനസ്സിൽ കയറിയില്ല. അവളുടെ ചിന്ത മുഴുവൻ രാവിലത്തെ കാര്യങ്ങളെ കുറിച്ചായിരുന്നു. ആദ്യമായിട്ടല്ല ഫാസിയെ കാണുന്നത്. അതിന്റെ എക്സൈറ്റ്മെന്റ് ആയിരുന്നു അവളുടെ മനസ്സ് മുഴുവൻ. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി ഫോൺ എടുത്തു. നീ എന്തിനാടി ബാപ്പാനെയും കൂട്ടി വന്നത്? എന്നെ പരിചയപ്പെടുത്തി കൊടുക്കാനോ? ഫാസിന്റെ മെസ്സേജ്. അതൊന്നും പറയണ്ട, വലിയ കഥയാണ്. നിന്നെ എങ്ങാനും ഉപ്പ കാണുമ്പോ എന്ന് കരുതി ഞാൻ എത്ര ടെൻഷനായെന്നറിയോ? അല്ല, അതുപോട്ടെ, നിനക്ക് എന്നെ എങ്ങനെ മനസ്സിലായി? പിന്നെ എന്റെ പെണ്ണിന് എനിക്ക് മനസ്സിലാവാതിരിക്കോ? ഹോ, മോനെ ഓവറാക്കാതെ കാര്യം പറയും. സത്യം, നിന്റെ ആ കണ്ണ് കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായി. എന്നാലും ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ നിന്റെ വെപ്രാളെല്ലാം കണ്ടപ്പോൾ ഉറപ്പിച്ചു നീ തന്നെയാണെന്ന്. ഹാ, ഏതായാലും ഇനി കണ്ടില്ല എന്ന് പരാതി ഉണ്ടാവില്ലല്ലോ. എന്നാലും ഇതൊരുമാതിരി കാണലായിപ്പോയി. എന്നാലും കുഴപ്പമില്ല, ഞാൻ ഹാപ്പിയാണ്. രണ്ടാളുടെയും സംസാരം തുടർന്നു. പിന്നെ ആയിഷന്റെ എക്സാം ഒക്കെ ആയി അവൾ ഫോൺ അധികം എടുക്കാതെയായി.
എന്തൊക്കെ പറഞ്ഞാലും പഠിത്തത്തിന്റെ കാര്യം അവൾക്ക് ആർക്കു വേണ്ടിയും കോംപ്രമൈസ് ചെയ്യില്ല. നിന്റെ മെസ്സേജ് ഞാനിട്ട് ഒരു സുഖമില്ല ആയിഷുമ്മോ, ആകെ മൊത്തം ശോകം. ആഹാ, അപ്പൊ പിന്നെ എനിക്ക് പഠിക്കണ്ടേ? അത് വേണം. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് എന്നും കുറച്ചു നേരം വിളിച്ച് സംസാരിച്ചാലോ? ഹാ, വാല് വെക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. ആയിഷ അങ്ങനെ പറഞ്ഞെങ്കിലും അവനോട് സംസാരിക്കാതിരുന്നിട്ട് അവൾക്കും ഒരു അസ്വസ്ഥതയുണ്ടായിരുന്നു. അധികം സമയമൊന്നും വേണ്ട, ഒരു അരമണിക്കൂർ. ആയിഷയും അതിന് സമ്മതിച്ചു. രാത്രിയുള്ള വിളിയും സംസാരവും ഒന്നും ഉണ്ടായിരുന്നില്ല. ആയിഷ വീട്ടിലെ സാഹചര്യം എല്ലാം നോക്കി അവന് വിളിക്കും. കുറച്ചു നേരം സംസാരിച്ച് ഫോൺ കട്ടാക്കുകയും ചെയ്യും. ആ നേരം തന്നെ പേടിച്ചാണ് അവൾ സംസാരിച്ചിരുന്നത്. അതിനാൽ അവളെ അധികം നേരം ഫാസി പിടിച്ചു വെച്ചിരുന്നില്ല. ഒരിക്കൽ ഇതുപോലെ വിളിച്ച് സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഫാസിന്റെ ഫോണിലേക്ക് അവന്റെ ഉമ്മ വിളിച്ചു. ആയിഷ, ഉമ്മ വിളിക്കുന്നുണ്ട്, ഞാൻ കോൺഫറൻസ് ആക്കട്ടെ, നീ സംസാരിക്കുക. അതൊന്നും വേണ്ട, എനിക്ക് പേടിയാണ്. എന്തിന്? ഉമ്മാക്കൊക്കെ നിന്നെ എത്രയോ ആയിട്ട് അറിയാം. എന്തായാലും നീ അവിടെ നിന്ന് ഒന്നും സംസാരിക്കേണ്ട. ഉമ്മാനോട് നീ ഉള്ളത് ഞാൻ പറയുന്നില്ല. അത് പറഞ്ഞ ഫാസി ആയിഷന്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ഉമ്മാനെയും കണക്റ്റാക്കി. പിന്നെ ഉമ്മയും മോനും കൂടി ഒടുക്കത്തെ സംസാരം. അവർ രണ്ടുപേരും സുഹൃത്തുക്കളെ പോലെയായിരുന്നു. ഫാസിയുടെ ഉപ്പ മരിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഉപ്പാന്റെയും ഉമ്മാന്റെയും സ്നേഹം അവന് ആ ഒരു ഉമ്മ നൽകിയിരുന്നു. ഫാസിക്ക് തിരിച്ചും അങ്ങനെ തന്നെയായിരുന്നു. നിന്റെ ഉമ്മ കഴിഞ്ഞാൽ നിന്നെയാണ് ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നായിരുന്നു അവൻ ആയിഷനോടും പറഞ്ഞിരുന്നത്. അവൻ സംസാരിക്കുമ്പോൾ ആയിഷ മിണ്ടാതെ അവിടെ നിന്നു. ഉമ്മ, ഞാനൊരു കാര്യം പറയട്ടെ. എന്താടാ പുതിയൊരു ചോദ്യമൊക്കെ? നിങ്ങൾക്ക് നിങ്ങളെ ഭാവി മരുമകളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോളി. എന്ത്? അവളുണ്ടുമ്മ കോളിങ്ങില്. എടാ കാലമാടാ, നേരത്തെ പറഞ്ഞുണ്ടായിരുന്ന നിനക്ക് എന്റെ സംസാരം കേട്ട് പേടിച്ചിട്ടുണ്ടാവും അവള്. എന്തെങ്കിലും പറയാ ആയിഷു. ആയിഷ എന്ത് പറയണമെന്ന് അറിയാതെ നിന്ന് പരങ്ങി. പിന്നെയും ഉമ്മയും അവനൊക്കെ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. ആയിഷ ഒന്നും പറയാതെ പേടിച്ചിട്ട് ഫോൺ കട്ടാക്കി. ആരാടി ഫോണില്? പിന്നിൽ നിന്നും ഉമ്മാന്റെ ചോദ്യം. നിന്റെ കാമുകനാണ്. എന്തേ? നിനക്കൊക്കെ കാമുകനാ? ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, ഇനി ഉപ്പാന്റെ വിളി വരുന്നത് വരെ കാത്തു നിൽക്കണ്ട. ഉമ്മ ഒരു പുച്ഛഭാവ മുഖത്ത് വരുത്തി അവിടെ നിന്നും പോയി. ഞാൻ ആ വഴിക്ക് പോവില്ലെന്ന് ഉറച്ച വിശ്വാസമായിരുന്നു ഉമ്മാന്റെ മനസ്സിൽ. പടച്ചോനെ, സത്യം പറഞ്ഞാലും വിശ്വസിക്കാതെ ആയ ഇപ്പൊ കലികാലം. ആയിഷ ഭക്ഷണം കഴിക്കാനായി ഹാളിലേക്ക് പോയി. മിക്കപ്പോഴും എല്ലാവരും ഒരുമിച്ചാണ് കഴിക്കാറ്. ഉപ്പാക്ക് അതെല്ലാം നിർബന്ധമായിരുന്നു. ഇക്കയൊഴികെയുള്ള എല്ലാവരും ഉണ്ട് അവിടെ. ആയിഷന് ഇപ്പൊ 18 വയസ്സ് കഴിഞ്ഞില്ലേ? അതൊക്കെ കഴിഞ്ഞിട്ട് 2 മാസമായി. നിങ്ങളിങ്ങനെ ഇരുന്നോളി. കുടുംബക്കാരെ നാട്ടുകാരൊക്കെ ചോദിച്ചു തുടങ്ങി കെട്ടിക്കുന്നില്ലേന്ന്. ആയിഷ ഉമ്മാനെ ഇടം കഴിഞ്ഞിട്ട് തുറച്ചു നോക്കി. ഉപ്പുള്ളത് കൊണ്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് നോട്ടത്തിൽ ഒതുക്കിയത്. നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും എല്ലാ ചോദ്യം കേട്ട് നിങ്ങളെന്നെ കെട്ടിച്ചില്ലേ? എന്നിട്ടിപ്പോ കണ്ടില്ലേ, എന്തിനു വരുന്ന ആവശ്യങ്ങൾക്കെല്ലാം മൂപ്പരോട് ചോദിക്കണം. ചിലപ്പോഴൊക്കെ അവരുടെ എന്തോ ഔദാര്യം പോലെ നമുക്ക് ചിലവഴിച്ചതിന്റെയും കണക്ക് പറയുമ്പോൾ താങ്ങാൻ കഴിയില്ല. അവൾ എന്തായാലും പഠിച്ചൊരു ജോലിയൊക്കെ നേരട്ടെ, എന്നിട്ട് മതി കല്യാണം. അങ്ങനെ വെറും കൈയോടെ കയറി ചെന്നതൊന്നുമല്ലല്ലോ നീ അവരുടെ ഔദാര്യം കൈപ്പറ്റാൻ. കുറെ സ്വർണം നൽകിയ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച് അയക്കലല്ല ഉപ്പ അവളോട് ചെയ്യാനുള്ള ഏറ്റവും വലിയ കടമ. അവളെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയാക്കുകയാണ് വേണ്ടത്. ഉപ്പ അതിന് മറുപടി ഒന്നും നൽകിയില്ല. അതൊക്കെ ശരിയാണ്, എങ്കിലും പെൺകുട്ടികളെ ആരെങ്കിലും ഒരാളുടെ കൈ പിടിച്ചേൽപ്പിക്കുന്നത് വരെ ഞങ്ങളുടെ ഒക്കെ നെഞ്ചിൽ തീയായിരിക്കും. അത് ഞങ്ങൾക്ക് നിങ്ങളൊരു ബാധ്യതയായിട്ടല്ല, കണ്ണയുടെ മുമ്പ് നിങ്ങളെ സുരക്ഷിതരാക്കണം എന്നുള്ളത് കൊണ്ടാണ്. പെൺകുട്ടികൾ എന്താ തീപ്പെട്ടികൊള്ളിയാണോ ഇവരുടെയൊക്കെ നെഞ്ചിൽ തീ നിറക്കാൻ? ആയിഷന്റെ വാക്കുകൾ പുറത്തേക്ക് വരാൻ കഴിയാതെ വിതുമ്പി. ഈ തലമുറയോട് ഇതൊന്നും ഒരിക്കലും പറഞ്ഞു തിരുത്താനാവില്ല. ഷെറി പിറുപിറുത്തു. നമ്മുടെ മതം പഠിപ്പിച്ചിട്ടുണ്ട് ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള കടമകൾ, അതനുസരിച്ചല്ലേ നമ്മൾ ജയിക്കുന്നത്. ശരിയാണ്, എല്ലാ സ്ഥലങ്ങളിലും ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള കടമകൾ മാത്രമേ പ്രത്യക്ഷത്തിൽ വരികയുള്ളൂ. ഭാര്യയ്ക്കുള്ളതുപോലെ തന്നെ ഭർത്താവിന് ഭാര്യയോടുണ്ട് ഒരുപാട് കടമകൾ. ആരെങ്കിലും അത് എവിടെയെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഭർത്താക്കന്മാർ അവരുടെ ബാധ്യതകൾ കൃത്യമായി നിർവഹിക്കട്ടെ. അപ്പോൾ ഒരു പെണ്ണിനും അവളുടെ ജീവിതം കഷ്ടപ്പെട്ട് ജീവിച്ചു തീർക്കേണ്ടി വരില്ല. നിർത്തുന്നുണ്ടോ രണ്ടുപേരും? അത് പറയേണ്ട താമസം അവിടെ നിശബ്ദമായി. എന്റെ ഒരു കൂട്ടുകാരൻ ഒരു ഡോക്ടർ പയ്യനുണ്ടെന്ന് പറഞ്ഞിരുന്നു. നിന്റെ മകളെ കെട്ടിക്കുമോ എന്നവർ ചോദിച്ചു. അതിന് ഞാനിപ്പോൾ എന്താണ് അവരോട് പറയേണ്ടത്? ഉപ്പ, എനിക്കിപ്പോ കല്യാണം വേണ്ട എന്ന് പറയാൻ ആയിഷു ധൈര്യം സംഭരിച്ചൊക്കെ വന്നപ്പോഴേക്കും ഉപ്പ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. ആയിഷന്റെ മനസ്സിലേക്ക് ഫാസിയും കൂടെ തന്നെ അവളുടെ പഠിപ്പും സ്വപ്നങ്ങളും എല്ലാം കയറി വന്നു. അവയെല്ലാം തകരാൻ പോവുകയാണോ എന്ന് അവൾ ചിന്തിച്ചു. തന്റെ കല്യാണ കാര്യത്തിൽ ഇത്രയ്ക്ക് ശ്രദ്ധയുള്ള നാട്ടുകാരെയും കുടുംബക്കാരെയും എല്ലാം ശപിച്ച് അവൾ അവിടെ നിന്നും എഴുന്നേറ്റു. ഫോൺ എടുത്ത് ഫാസിക്ക് മെസ്സേജ് അയച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഉപ്പ ആ കാര്യം നോക്കുന്നുണ്ടെന്ന് ഉറപ്പാണോ? അറിയില്ല, ഉപ്പ ഒന്നും തീർത്ത് പറഞ്ഞിട്ടില്ല. എങ്കിലും എനിക്കൊരു പേടി, എന്തെങ്കിലും ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആയിഷോ, നീ എങ്ങനെയെങ്കിലും കുറച്ചുകൂടെ പിടിച്ചു നിൽക്ക്. നിനക്കറിയാലോ എൻ്റെ കാക്കാന്റെ കല്യാണം നോക്കുന്നത്. അവൻ്റെത് റെഡിയാവാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇനി അതല്ല, ഉപ്പ അതുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവിടുന്ന് മാമന്മാരെ അയക്കാൻ ഞാൻ. എന്താകും എന്ന് നോക്കട്ടെ. പിറ്റേന്ന് രാവിലെ ഉമ്മ അടുക്കളയിൽ നിന്ന് പിറുപിറുക്കുന്നത് കേട്ടുകൊണ്ടാണ് ആയിഷ എഴുന്നേറ്റ് വന്നത്. നിങ്ങൾ രാവിലെ തന്നെ തുടങ്ങിയ ഉമ്മ? ആയിഷ കണ്ണും തുരുമ്പിക്കൊണ്ട് ചോദിച്ചു.
ഹാ, വാപ്പയും മോളും കൂടി എന്ത് തീരുമാനിച്ചിട്ടാണ്? എന്റെ റബ്ബെ, ഇവർക്കൊക്കെ നീ നേർവഴി കാണിച്ചു കൊടുക്കണേ. അതിനിപ്പോ ആരാണ് ഉമ്മ നേരില്ലാത്ത വഴിയിലൂടെ പോകുന്നത് ഇവിടെ? ഹാ, ഉപ്പ ആ കാര്യം വേണ്ടാന്ന് വെച്ചു ആയിഷു. അതിനാണ് ഈ ചാടിക്കളി. അത് കേട്ടപ്പോൾ ആയിഷുന്റെ മനസ്സിൽ പൂത്തിരി കത്തി. അത് പറഞ്ഞപ്പോഴാണ് ഇന്നലെ എൻ്റെ നാക്ക് ചൊറിഞ്ഞു വന്നതാണ്. ഞാൻ പിന്നെ ഉപ്പുള്ളത് കൊണ്ടൊന്നും പറയാതിരുന്നതാണ്. നിങ്ങൾക്ക് ഞാൻ ഇവിടെ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നത് കണ്ടിട്ട് സഹിക്കുന്നില്ലേ ഉമ്മ? നിങ്ങൾക്കറിയില്ലേ എനിക്ക് രാത്രി നിങ്ങളെ ഈ തിരുമുഖം കാണാതെ ഉറക്കം വരികയില്ലെന്ന്? ആയിഷ ഉമ്മാനെ അവൾക്ക് നേരെ തിരിച്ചു നിർത്തിക്കൊണ്ട് ചോദിച്ചു. ഇതേ പെണ്ണെ, എൻ്റെ കയ്യിൽ ഒടുക്കലാണ്, ഇതുകൊണ്ടൊന്ന് തന്നാലുണ്ടല്ലോ. ഉപ്പയും ഇത് തന്നെയാണ് പറഞ്ഞത്, അവളുടെ കുട്ടികളെ മാറിയിട്ടില്ലാന്ന്. എങ്ങനെ മാറാനാണ്? വീട് വിട്ട് വേറെ എവിടെയെങ്കിലും പോയി നിന്നാലല്ലേ? നീ നോക്കിക്കോ, നിന്നെ 2 ആഴ്ചത്തേക്ക് എൻ്റെ വീട്ടിൽ കൊണ്ടാക്കും ഞാൻ. എന്നിട്ട് എൻ്റെ സൈന്യൊന്ന് ചോറ് തിന്നാട്ടോ. ആയിഷ ഉമ്മാനെ കളിയാക്കി ചിരിച്ചു. എന്താണ് ഉമ്മ ഇവിടെ? നേരം വെളുത്തപ്പോൾ മുതൽ തുടങ്ങിയതുണ്ടല്ലോ. ഉമ്മ ഇക്കാനോട് രാത്രിയിലെ സംഭവമെല്ലാം പറഞ്ഞു. അവൻ ലേറ്റായി വന്നത് കൊണ്ട് ഒന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളിത് ഏത് നൂറ്റാണ്ടിൽ അമ്മ ജീവിക്കുന്നത്? ഇപ്പോൾ നേരം വെളുത്തിട്ടില്ലേ നിങ്ങൾക്ക്? ഇക്കാലത്തൊന്നും ഒരാൾ നയിച്ചിട്ട് മാത്രം ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അവൾക്കൊരു ജോലി ആവട്ടെ. മാത്രമല്ല, അവൾ ആദ്യം ഒരു പൂർണ്ണ വളർച്ചയിലെത്തട്ടെ ഉമ്മ. അവസാനം പറഞ്ഞത് എനിക്കിഷ്ടമായ ഇല്ല. എനിക്ക് വേണ്ട വളർച്ചയൊക്കെ എനിക്കുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ പറഞ്ഞതൊക്കെ വളരെ ശരിയാണ്. ആടേ, നിങ്ങൾക്കൊന്നും ഇപ്പൊ ഇത് പറഞ്ഞ് മനസ്സിലാവില്ല. ഒരു ഉമ്മയും വാപ്പയും ഒക്കെ ആവണം, എങ്കിലും അറിയോ? ഒന്നും അറിയാനില്ല. ഞാൻ എന്തായാലും ഒരു ജോലിയുള്ള പെണ്ണിനെ കെട്ടുകയുള്ളൂ. അതിന് നിന്നെ ആരെ ഇപ്പൊ ഇവിടെ കെട്ടിക്കാൻ പോകുന്നത്? ആദ്യം വല്ല പണിക്കും പോടാ. ഒരു പോസ്റ്റ് കണ്ടപ്പോൾ ഗോളടിക്കാൻ നോക്കിയതാണല്ലേ? എല്ലാവരും അവനെ കളിയാക്കി ചിരിച്ചു. മതി, വല്ലാതെ കളിയാക്കണ്ട. നിങ്ങൾക്കൊരു നാത്തൂനെ കൊണ്ടുവരാനും ഉമ്മക്കൊരു മരുകളെ കൊണ്ടുവരാനും എല്ലാം ഞാനേ ഉള്ളൂ എന്ന് ഓർക്കണം. ഒരിക്കൽ നീ ഒന്ന് കല്യാണം കഴിക്കടാ എന്നും പറഞ്ഞ് നിങ്ങളെന്റെ കാല് പിടിക്കും. ഇതിന് ഞാൻ അന്ന് പ്രതികാരം ചെയ്തോണ്ട്. പിന്നെ പണി, അതെന്റെ പഠിത്തം കഴിയട്ടെ, എന്നിട്ടല്ലേ എനിക്കും പെണ്ണ് കെട്ടണമ്മ എന്നും പറഞ്ഞ് ആരുടെ കാലാണ് പിടിക്കുന്നത് നമുക്ക് നോക്കാം. പിന്നെ അവിടെ മുബയുടെയും ജാസിയുടെയും ഗുസ്തിയായിരുന്നു. ഉമ്മ കുറേയൊക്കെ ക്ഷമിച്ചു നിന്നു. പിന്നെ ഉമ്മ ഉലക്കെടുക്കുമെന്ന അവസ്ഥയായപ്പോൾ എല്ലാവരും ഓടി രക്ഷപ്പെട്ടു. ദിവസങ്ങൾ പിന്നെയും ആരോടും അനുവാദം ചോദിക്കാതെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. ഫെബ്രുവരി 14, വാലന്റൈൻസ് ഡേ. പ്രണയം എന്ന പേര് നൽകി വിളിക്കാനായില്ലെങ്കിലും ആയിഷയും ഫാസയും അടുത്തതിനു ശേഷമുള്ള ആദ്യത്തെ പ്രണയ ദിനമാണ്. തുടരും. നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.